ഹായ് ആൾ, വെൽക്കം ടു ദിയാസ് വേൾഡ് ഹണി ബഞ്ച്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഒരു റോഡ് ട്രിപ്പാണ്. അപ്പം ഈ കൊറോണയൊക്കെ കാരണം എവിടെയും പോകണില്ലായിരുന്നു. പക്ഷെ കുറേ കാലത്തിന് ശേഷം അറൗണ്ട് ഒരു 1 ഇയറിന് ശേഷമാണെന്ന് തോന്നുന്നു നമ്മളൊരു വലിയ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് AB വാട്ടർഫാൾസിലാണ്. അപ്പം നമ്മുടെ സ്ഥലത്തുനിന്നൊരു 2 hours ദൂരമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സിറ്റി ലൈഫിനെക്കാട്ടിലും ഒത്തിരി ക്വയറ്റും കാമുമായിട്ടുള്ളൊരു പ്ലേസ് ആയിട്ട് തോന്നി. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന വേ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നിത്. ഡ്രൈവ് ചെയ്ത് പോകാൻ വലിയ കുഴപ്പമില്ലാത്ത റോഡും അതുപോലെ തന്നെ വലിയ റഷ് ഇല്ലാത്തൊരു സ്ഥലം കൂടെ നമ്മൾ നോക്കിയിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഒട്ടും റഷും ക്രൗഡും ഒന്നുമില്ലായിരുന്നു. വളരെ നമുക്ക് കാമായിട്ട് തന്നെ ഡ്രൈവ് ചെയ്ത് പോവാം. വലിയ റഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പ്ലേസ് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു പ്ലേസായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്കെല്ലാം നമുക്കിങ്ങനെ ഒരു ചെറിയ അരുവി പോലൊക്കെ നമുക്ക് കാണാമായിരുന്നു. വളരെ നാച്ചുറൽ ബ്യൂട്ടിയുള്ള മാസ്ക് കുറേ കാലത്തിന് ശേഷം നമ്മൾ റിമൂവ് ചെയ്തത് ഈ ഒരു പ്ലേസിലായിരിക്കണം. എവിടെ നോക്കുമ്പോഴും ഗ്രീനറിയും ഒരു സിറ്റി ലൈഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം കാംനെസ് ആയിരുന്നു മൈൻഡിന്. ഇവിടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും എവിടെ നോക്കുമ്പോഴും നല്ല പച്ചപ്പും അതുപോലെ തന്നെ വെള്ളവും എല്ലാം കാണുമ്പോൾ വളരെ ഒരു സന്തോഷമായിരുന്നു മനസ്സിന്. ശരിക്കും കുറേ നാളത്തെ ശേഷം ഇങ്ങനൊരു സ്ഥലം റോഡ് ട്രിപ്പ് പോകുമ്പോൾ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇപ്പം നമ്മൾ പ്ലേസ് എത്താറായിട്ടുണ്ട്. അപ്പം നമ്മൾ പാർക്കിംഗ് നമുക്ക് 1 കിലോമീറ്റർ അവേ ആണ് കിട്ടിയത്. അതിൻ്റെ അടുത്തൊന്നും പാർക്കിംഗ് ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് നടക്കണമായിരുന്നു. എന്നാലേ നമ്മൾ വാട്ടർഫാളിൻ്റെ ആ ഏരിയ എത്തത്തുള്ളായിരുന്നു. പക്ഷെ പോകുന്ന വഴിക്ക് അവരെന്ത് നന്നായിട്ട് ക്ലീനായിട്ട് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ ക്വയറ്റും ഒട്ടും ക്രൗഡും അല്ലാത്തതുകൊണ്ട് നമുക്ക് ശരിക്കും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. വാട്ടർഫാളിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ചെറിയ ചെറിയ അരുവികളും ചെറിയ കുന്നുകളും എല്ലാം ഓൺ ദ വേ നമുക്കിങ്ങനെ കാണാമായിരുന്നു. എവിടെ നോക്കിയാലും ഈ ചെറിയ കുന്നും വെള്ളം അതുപോലെ തന്നെ പച്ചപ്പ് എല്ലാം കൂടെ കാണുമ്പോൾ വളരെ നല്ല രസമുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മളെ വാട്ടർഫാളിൻ്റെ എൻട്രി. നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് കാണുന്ന പ്ലേസാണിത്. എൻട്രി ചെയ്ത് നമ്മൾ കുറച്ചൊന്ന് നടന്നു കഴിയുമ്പോഴത്തേക്കും 2 സൈഡിലും ഈ കാണുന്ന പോലെ നമുക്ക് വെള്ളം കാണാം. ഇത് ക്രോസ് ചെയ്ത് നമ്മൾ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ അകത്തേക്ക് ഒരു ചെറിയ ടെമ്പിൾ പോലെ അതിൻ്റെ അകത്ത് കാണാം. ഒരു ചെറിയ ടെമ്പിൾ അതിനകത്ത് ഈ ഒരു വാട്ടർഫാളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഉണ്ട്.
പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി കുറച്ചുകൂടെ അകത്തേക്ക് പോകണം വാട്ടർഫാളിലേക്ക്. ദിയ കുറേ നാളത്തിന് ശേഷം വെളിയിൽ പോയതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. ഇഷ്ടംപോലെ സ്ഥലം ഓടിക്കളിക്കാനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ കാണുന്നൊരു ഒരു കിണർ പോലാണ് അവർ കെട്ടിയിരിക്കുന്നത്. സൈഡൊന്നും കെട്ടിയിട്ടില്ല, പക്ഷേ ഒരു കിണറാണ്. ഇങ്ങനെ അകത്തേക്ക് താഴേക്ക് പോകാനുള്ളൊരു കുഞ്ഞ് സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ട് ഒരു കിണർ പോലെ ഇത് ഈ വാട്ടർഫാളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ കണ്ടു. ഒരു വലിയ കിണർ തന്നെയാണ്. വാട്ടർഫാളിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ കഷ്ടിച്ച് ഒരാൾക്ക് നടക്കാം എന്നുള്ളൊരു സ്പേസ് അതിനകത്തുള്ളായിരുന്നു. ഇത് ശരിക്കും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വാട്ടർഫാളൊന്നുമല്ല, ഇങ്ങനെ ആൾക്കാർ അറിഞ്ഞു വരുന്ന ഉള്ളൊരു പ്ലേസാണിത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ക്രൗഡൊന്നും ഇല്ലാഞ്ഞത് നമ്മൾ പോയ സമയത്ത്. അപ്പം ശരിക്കും അത് മെയിൻറ്റെയിൻഡ് അല്ല. അവർ കുറച്ചുകൂടെ കഴിയുമ്പോഴത് കുറേ കൂടെ ടൂറിസ്റ്റ് ഏരിയ ആകുമ്പോൾ അവരത് മെയിൻറ്റെയിൻഡ് ആക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഓൺ ദ വേ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ ചെറിയ വാട്ടർഫാളിൽ നിന്ന് വരുന്ന അരുവികൾ പോലെ താഴെ നമുക്കിങ്ങനെ കാണാമായിരുന്നു. ഇപ്പോൾ ഇത് താഴത്തെ ഭാഗമാണ്. നമ്മളിത് ഒത്തിരി മുകളിലേക്ക് കയറി പോകേണ്ടതാണ്. കുറച്ച് കഷ്ടമായിരുന്നു നടക്കാൻ. എന്ന് വെച്ചാൽ പ്രോപ്പർ വേ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പാടുണ്ടായിരുന്നു മുകളിലേക്ക് പോകാൻ വേണ്ടി. പ്രായമുള്ളവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടായിരിക്കും മുകളിലേക്ക് കയറാൻ. ഇത് ആ വാട്ടർഫാളിൻ്റെ താഴത്തെ ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന പോലൊരു രീതിയിലായിരിക്കണം നമ്മൾ കയറി പോകേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചവിട്ടി വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ. ഒരു ശരിക്കുള്ള പാത്തായിട്ടൊന്നും ആയിട്ടില്ല ഇവിടെ ഇതുവരെ. പക്ഷെ നമ്മൾ കുറച്ച് ഇത് മുകളിൽ നമ്മൾ ഫുള്ള് കയറിയില്ല. ഇതൊരു പകുതി മുക്കാൽ നമ്മൾ കയറിയപ്പോൾ കണ്ടതാണിത്. വാട്ടർഫാളിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് ഇതുവഴി ഇങ്ങനെ തന്നെ കാണാമായിരുന്നു. ഇവിടെ നിന്ന് നോക്കാൻ നേരത്ത് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന മേളിൽ നിന്ന് താഴോട്ട് കാണുന്നത് വളരെ രസമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും കയറി വന്നായിരുന്നു. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറി പോകാം, പക്ഷേ വളരെ കഷ്ടമായിരുന്നു മുകളിലോട്ട് കയറി പോകാൻ. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നേ എല്ലാം കണ്ടത്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് വാട്ടർഫാൾ ഒരുമാതിരി നന്നായിട്ട് തന്നെ കാണാമായിരുന്നു. ഈ കാണുന്ന പോലെ തന്നെ കുറേ പേര് അതിനകത്ത് ഇറങ്ങി ഫോട്ടോ എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ സൈഡിൽ നിന്നാണ് ഇത് ഫുള്ള് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.